ഈ കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഈ പറയുന്ന ഈ ഓളം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. ഈ തൊമ്മനോടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. തൊമ്മനെ കുറിച്ചുള്ള നിങ്ങളുടെ ഏക അഭിപ്രായം എന്താണ്? പാലക്കാട് ജില്ലയിലെ ധോണിയിലെ ലീഡ് കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തേടി വന്ന താരം എന്ന് പറയുന്നത് തൊമ്മനാണ്. തൊമ്മൻ ഈ കുട്ടികളുടെ ഇടയിൽ എവിടെയുണ്ട്. നമ്മൾ തൊമ്മനെ തേടി പിടിക്കണമെങ്കിൽ കുട്ടികളുടെ ഇടയിലേക്ക് പോകണം. കാരണം തൊമ്മനാണ് ഈ ഡാൻസിന് ശരിക്കും നേതൃത്വം നൽകുന്നത്. തൊമ്മൻ ഇവിടുത്തെ പ്രിൻസിപ്പലാണ്. തൊമ്മനെ ഇതിനകത്ത് നിന്ന് മോചിപ്പിച്ച് നമ്മൾ സംസാരിപ്പിക്കലേ വഴിയുള്ളൂ. അത്രയ്ക്ക് ഓളത്തിനിടയിലാണ് തൊമ്മൻ നിൽക്കുന്നത്. തൊമ്മൻ അതാണ് തൊമ്മൻ. ഒന്ന് മോചിപ്പിച്ചോട്ടെ, കുറച്ച് സമയം നിങ്ങൾ ഓളം ഉണ്ടായിക്കോളൂ. തൊമ്മനെ ഞാൻ എടുക്കാം. ഇത്രയും എനർജി കാണിച്ച് ഇവരുടെ കൂടെ കിടന്ന് ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്താൽ ഇവർ പറയുന്നതൊക്കെ കേൾക്കുമോ? എന്റെ വയസ്സ് 50 ഞാൻ ഇപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കുന്ന ഈ പിള്ളേരുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാ അറിയാതെ നമ്മുടെ പ്രായം കുറഞ്ഞു പോകും. എപ്പോ പിള്ളേരുടെ ഇവിടെ നിൽക്കുമ്പോഴും അതേ എനർജി തന്നെയാ. അവരൊരു കൂട്ടുകാരനായിട്ട് നിന്നാൽ അവരുടെ കൂടെ തുള്ളിയാൽ ഇതാ നിർത്തടാന്ന് പറഞ്ഞാൽ അവർ നിൽക്കും. ഞാൻ മീശ വിരിച്ചടാ തുള്ളാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിർത്തടാന്ന് പറഞ്ഞാൽ നീ ഓടാന്ന് പറയും. എന്നെ കേൾക്കാനില്ലെങ്കിൽ മാറി പറയും. ഇതാണ് എന്റെ ഒരു ഗുണം. കുട്ടികളുടെ കൂടെ നിന്ന് അവർ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ കൈവെള്ളയിൽ നിൽക്കും. ഒരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഡിസിപ്ലിനറി ഇഷ്യൂ ഇല്ലാത്തത് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്. 100% തൊമ്മൻ. അല്ല, ഇത്രയും പേര് മിങ്കിൾ ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ് ഇല്ലേ, അത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം എല്ലാ അച്ഛനും ഒരു മക്കളും 2 മക്കളുമാണ്. പണ്ട് 12ഉം 16ഉം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ മക്കൾ തന്നെയാ. എനിക്ക് 300 എണ്ണം മക്കളാണ്. ഓരോ ജില്ലയിൽ പോയി അവിടെയുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് പോകും. ഒരു 5 മിനിറ്റ് ജസ്റ്റ് അവരെ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് വരും. ഐ ഹാവ് എ വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഈ കുട്ടികളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. കുട്ടികൾ പ്രിൻസിപ്പലിനെ കുറിച്ച് തൊമ്മൻ എന്നാണ് വിളിക്കുന്നത്. അതെ. അത് ചില സമയമെങ്കിലും അതൊരു മോശമായിട്ട് തോന്നാറുണ്ടോ? ഞാൻ ഈയിടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിന് എന്താ വിളിക്കുക? അള്ളാനെന്ന് വിളിക്കും, പടച്ചവനെന്ന് വിളിക്കും, കർത്താവേന്ന് വിളിക്കും, മാതാവേന്ന് വിളിക്കും, മേരിന്ന് വിളിക്കും. ഇല്ലെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പൻ സാർ അല്ലല്ലോ, കൃഷ്ണൻ സാർ അല്ലല്ലോ, അള്ളാ സാർ അല്ലല്ലോ, മേരി മാഡം അല്ലല്ലോ. അല്ല, അവർക്ക് കൊടുക്കാത്ത ബഹുമാനം ഒന്നും ഒരു പ്രിൻസിപ്പൾക്ക് കൊടുക്കണ്ട. കെമിസ്ട്രി നല്ല കെമിസ്ട്രിയാണ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയണ തൊമ്മനും മക്കളെന്നാണ്. അപ്പൊ അതെന്റെ മക്കളാണ്. അപ്പൊ അവര് സഹോദരി സഹോദരങ്ങളാണ്. ഇവിടെ മുകളിലേക്ക് ഗേൾസ് ആണ്, താഴെ ബോയ്സ് ആണ്. മുകളിലേക്ക് വേറൊരു സ്റ്റെപ്പുണ്ട്, താഴെയുള്ളത് വേറൊരു സ്റ്റെപ്പാണ്. ഗേൾസ് ബോയ്സിന്റെ എവിടെയും പോയില്ല, ബോയ്സ് ഗേൾസിന്റെ എവിടെയും പോയില്ല. ഗേൾസിന്റെ അവിടെ ബോയ്സ് താഴെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സുരക്ഷിതം. കാരണം വെളിയിൽ നിന്ന് ഒരാളും വരില്ല. ഒരാളും സ്റ്റെപ്പ് കയറുകയോ ജനല് താങ്ങുകയോ ഒന്നും പറ്റില്ല. കാരണം എല്ലാം ഇവിടെ ഓപ്പൺ ആണ്, വാർഡൻ ഇല്ല. എല്ലാ ഫ്ലോറിലും ഓരോ ടീച്ചർമാരുണ്ട്. ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അതേ ഫ്ലോറിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിലും അവർ 10-21 വയസ്സായ മെച്ചുവേർഡ് ആൾക്കാരാണ്. കുറച്ചുപേര് കല്യാണം കഴിച്ചതാണ്, കുറച്ചുപേര് കല്യാണം നടന്നുകൊണ്ടിരിക്കണം. എല്ലാവരും മിക്കവരും ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കല്യാണം കഴിക്കേണ്ടവരാണ്. അപ്പൊ അവരൊക്കെ മെച്ചുവേർഡ് ആണ്. തൊമ്മനെ കുറിച്ചുള്ള നിങ്ങളുടെ ഏക അഭിപ്രായം എന്താണ്?